ഹലോ യൂട്യൂബ് മന്ദഗിനി ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഞങ്ങളുടെ 2008 മോഡൽ ഹോണ്ട ജാസ്. ഇതിൻ്റെ പെയിൻറ്റിന് കുറച്ച് ഡാമേജസ് വന്നിട്ടുണ്ട്. വണ്ടി ഉരഞ്ഞ പാടുകൾ, ഇത് വേറൊരു വണ്ടിയിൽ നിന്ന് പറ്റിയ പെയിൻറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഓക്സിഡേഷൻ സംഭവിച്ചത്, ഇങ്ങനെ കുറേ കറുത്ത പൊട്ടുകൾ, അങ്ങനെ കുറേ പെയിൻറ്റ് ഡാമേജ് ഉണ്ട്. അടുത്ത വർഷം ഒരു ടെസ്റ്റ് ഉണ്ട് വണ്ടിക്ക്. സോ അതിനുവേണ്ടി എന്തായാലും പെയിൻറ്റ് ചെയ്യണം. പക്ഷേ ഇതുപോലെയുള്ള നല്ല വൃത്തികേടായിരിക്കുന്നതുകൊണ്ട് ഞങ്ങളൊന്ന് ഈ പോളിഷിംഗ് കോമ്പൗണ്ട്സ് കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വർക്ക് ചെയ്താൽ നമുക്ക് അത്രയും നാൾ നമ്മുടെ വണ്ടി ക്ലീൻ ആയിട്ടിരിക്കും, പെയിൻറ്റ് ചെയ്യുന്ന കാലം വരെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടികളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും യൂസ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണിത്. 2 റബ്ബിംഗ് കോമ്പൗണ്ട്സ് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഈ 3Mൻ്റെ 1 സ്റ്റെപ്പ് പോളിഷിംഗ്, വാക്സ് പോളിഷിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഒരു കിറ്റും, പിന്നെ MotoMaxൻ്റെ ഒരു റബ്ബിംഗ് കോമ്പൗണ്ടാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. പിന്നെ സാധാരണ വെള്ള വേസ്റ്റ് തുണി യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഒരു റഫ് വർക്കാണ്, ഭയങ്കര പെർഫെക്റ്റ് ജോലിയൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് മാത്രമാണ്. എന്തായാലും വണ്ടി പെയിൻറ്റ് ചെയ്യാനുള്ളതാണ്. സോ കൈകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ട് എവിടെയൊക്കെയാണ് വേണ്ടത് അവിടെ എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് നല്ല രീതിയിൽ വൈറ്റ് ക്ലോത്ത് വെച്ച് തേച്ചെടുക്കുകയാണ് ചെയ്തത്. ഇപ്പം തന്നെ കണ്ടറിയാൻ ഒറ്റയടിക്ക് തന്നെ ആ വേറൊരു വണ്ടിയിൽ നിന്ന് പറ്റിയ ആ ഒരു പെയിൻറ്റ് ഒറ്റയടിക്ക് തന്നെ അത് വെച്ച് റിമൂവ് ചെയ്യാൻ പറ്റി. ഇതിൻ്റെ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീപ്പായിട്ടുള്ള സ്ക്രാച്ചസ് ഒന്നും ഈ ഒരു കോമ്പൗണ്ട്സ് നമുക്ക് യൂസ് ആവത്തില്ല, അതെടുക്കില്ല. പക്ഷേ സർഫസിലും ക്ലിയർ കോട്ടിലും ഒക്കെ ഉള്ള നല്ലൊരു വിധത്തിലുള്ള സ്ക്രാച്ചസും അഴുക്കുകളും അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് ആ ഒരു ഇതൊക്കെ കളയും. അപ്പോൾ ഈ ഇപ്പം തന്നെ ഈ ബമ്പറിൽ ചെയ്യുന്ന വർക്ക് കണ്ടാൽ അറിയാം, നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു പെയിൻറ്റിങ് കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ആ എൻറ്റയർ ബമ്പർ മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്യേണ്ടി വന്നേനെ. അതെന്തായാലും നമുക്ക് ഒഴിവായി കിട്ടി, ഈസി ആയിട്ട് ക്ലീൻ ആയി കിട്ടി. ഈ മിററിൽ തന്നെ കുറേ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു, കുറേ ബ്ലാക്ക് സ്പോട്ട്സ്. അതെങ്ങനെ വന്നതാണെന്ന് അറിയില്ല. അതെല്ലാം ഈ ഒരു റബ്ബിംഗ് കോമ്പൗണ്ട് വെച്ച് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊരു ജസ്റ്റ് റഫ് ജോബാണ് മാത്രമാണ്. ആ ഭാഗത്ത് ഇപ്പോൾ കാണുന്ന ഈ മിററിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ ഡീപ്പായിട്ടുള്ള സ്ക്രാച്ചസ് ആണ്. സോ അത് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ ബാക്കിയുള്ളത് റിമൂവ് ആവുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം. ഒന്ന് നല്ല രീതിയിൽ ഒന്ന് റബ്ബ് ചെയ്തിട്ട് അതിന് മേളിൽ കൂടി ഒരു മൈക്രോഫൈബർ ക്ലോത്ത് വെച്ച് തുടച്ചപ്പോൾ തന്നെ ഇത്രയും നല്ലൊരു ഫിനിഷ് അവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും വൃത്തികേടായിട്ടിരുന്നൊരു ഭാഗമാണ് ഈ സ്പോയിലർ. സ്പോയിലർ ഇവിടെ ഈ എൻഡ് മുതൽ അങ്ങേ എൻഡ് വരെ ഓക്സിഡൈസ്ഡ് ആയിട്ട് ഫുൾ ബ്ലാക്ക് ആയിട്ടിരിക്കുമായിരുന്നു, അഴുക്ക് പിടിച്ച പോലെ. അങ്ങനെ കുറേ നേരം നല്ല രീതിയിലിരുന്ന് ഇത് റബ്ബ് ചെയ്യേണ്ടി വന്നു. സോ ഒരു അരമണിക്കൂറോളം റബ്ബ് ചെയ്തിട്ടാണ് ഈ സ്പോയിലർ ഇങ്ങനെ ആക്കി എടുത്തത്. മെഷീൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഇത് ചെയ്ത് തീർക്കാൻ പറ്റും. ഇതിൽ 95 രൂപയായിരുന്നു MotoMaxൻ്റെ പോളിഷിൻ്റെ വില. ആ കോമ്പൗണ്ട് ഭയങ്കര ഗ്രിറ്റ് കൂടുതലായിട്ട് കുറച്ചുകൂടെ ഡീപ്പ് സ്ക്രാച്ചസ് ഒക്കെ അത് ക്ലീൻ ചെയ്തുകൊണ്ട് വരും. എന്നാൽ ആ മറുഭാഗത്ത് 3Mൻ്റെ പോളിഷിംഗ് കോമ്പൗണ്ട് ആണെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടെ പോളിഷിംഗ് കൂടെ വരുന്നുണ്ട്. ഒരുപാട് ഡീപ്പ് സ്ക്രാച്ചസ് ഒന്നും എടുക്കുന്നില്ല എങ്കിലും അത് നല്ലൊരു പോളിഷ്ഡ് ലുക്ക് അത് തരുന്നുണ്ട്. സോ ബേസിക്കലി രണ്ടും നല്ലതാണ്. ഇത് 95 രൂപ, MotoMax 95 രൂപയും 3Mന് 200+ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മണിക്കൂറോളം കഷ്ടപ്പെടുത്തേക്കും നമ്മുടെ റൂഫിൻ്റെ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാം. ഇത് വളരെ ഒരു റഫ് ജോബാണ്, എന്നിട്ട് ഇത്രയും ചേഞ്ചസ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് കാശും ലാഭിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.